Hello friends, welcome back. ഇന്നത്തെ റെസിപ്പി കുറുക്ക് കാളനാണ്. കേരള സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ. നല്ല എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നത്. കാളൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നേന്ത്രക്കായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണമല്ല, ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നീട് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ചേനയാണ്. ചേനയും ഏകദേശം ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഈ ഒരു ചേനയും നേന്ത്രക്കായും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. വേവിക്കാൻ വേണ്ടി ഒരുപാട് വെള്ളം ചേർക്കരുത്, അതുപോലെ ഒട്ടും വെള്ളമില്ലാതെ വേവിച്ചെടുക്കുകയും ചെയ്യരുത്. ഏകദേശം ഈ ഒരു പരുവത്തിൽ എടുക്കുക. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചിരവിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ ചെറിയ ജീരകം ഹോളായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു മീഡിയം എരിവാണെങ്കിൽ 2 പച്ചമുളക് ചേർത്താൽ മതി. 1 കപ്പ് നല്ല പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കുക. മോരായിട്ട് ചേർക്കരുത്, ഒരുപാട് വെള്ളത്തിൽ. അതുപോലെ തന്നെ പുളിയുള്ള തൈര് ചേർക്കുന്നതിനെക്കാട്ടും കുറച്ച് പുളി കുറഞ്ഞ തൈര് ചേർക്കുന്നതാണ് നല്ലത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ സാധാരണ അരപ്പരക്കുന്നത് പോലെ നല്ലപോലെ അരച്ചെടുക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, തീരെ വെള്ളമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിലേക്ക് തൈര് മാത്രം ചേർത്തതിന് ശേഷം തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ആ സമയത്ത് കുറച്ച് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഒരുമിച്ചിട്ടാണ് അരക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല, ഒരിക്കലും അത് പിരിഞ്ഞു പോവില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഈ ഒരു കാളൻ കുറുക്ക് കാളൻ എന്നാണ് പേര്. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ലാതെ നല്ല തിക്കായിട്ടുള്ളൊരു കാളനാണ് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് തേങ്ങ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവ പോകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് നേരം തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ താളിക്കുന്നതിനെക്കാട്ടും കുറച്ചധികം വെളിച്ചെണ്ണയിൽ താളിച്ചാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതുപോലെ കാളനൊക്കെ വെക്കുമ്പോൾ. പ്രത്യേകിച്ച് സദ്യ സ്പെഷ്യലൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണയിലൊക്കെ ചെയ്താൽ, അതുപോലെ കുറച്ച് തേങ്ങ അരപ്പൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നങ്ങ് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് വെള്ളമൊന്നും വറ്റിച്ച് കളയണ്ട, ഒരുപാട് വെള്ളം വറ്റിക്കണ്ട. ഇത് ഇരിക്കുന്തോറും കുറുകി വരും. അതുപോലെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. വളരെ കുറച്ചൊരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ തന്നെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എത്തും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊരു കുറുകി തന്നെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.